ശബരിമലയിൽ 2025 സെപ്റ്റംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഒരു തീരുമാനമെടുത്തു. ശ്രീകോവിലിലെ ദ്വാരപാളികകൾ ഇളക്കിയെടുത്ത് ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശണമെന്ന്. ഏത് ശബരിമല പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും വന്നാൽ അവരെല്ലാവരും നോക്കുമ്പോൾ ശബരിമല ശ്രീകോവിലിലും അവിടുത്തെ പാളികളിലും കട്ടളയിലൊക്കെ ദ്വാരങ്ങളും അവിടെ മുഴുവൻ സ്വർണ്ണം ഇല്ലാതെയൊക്കെ കാണുകയാണ്. പുതിയ പ്രസിഡന്റ് വരുമ്പോഴും എത്ര നന്നാക്കി വെച്ചാലും വീണ്ടും അവരിത് തന്നെ കാണുന്നു. ശബരിമലയിലെ 2025 സെപ്റ്റംബറിൽ അവരെടുത്ത തീരുമാനം ശില്പപാളികകളും താങ്ങുപീഠത്തിലെ പൊട്ടലുമൊക്കെ നന്നാക്കണം. സ്വർണം പൂശിയ ഭാഗത്ത് നിക്കൽ തെളിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും സ്വർണം പൂശണം. അതിനാണ് PS പ്രശാന്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും രണ്ടുപേരും ഈ ശബരിമല ശ്രീകുല ദ്വാരപാളികൾ ഇളക്കിക്കൊണ്ട് ചെന്നൈ കൊണ്ടുപോയി പൂശി തിരിച്ചു കൊണ്ടുവരാൻ അനുവാദം കൊടുത്തു. 2-നാണ് സെപ്റ്റംബർ 2-ന് തീരുമാനമെടുത്തു. സെപ്റ്റംബർ 7-ന് ശില്പപാളിയിൽ അഴിച്ചുമാറ്റി നവീകരണത്തിനായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ദ്വാരപാല ശില്പപാളികൾ തിരിച്ചെത്തിയാൽ ശ്രീകോവിലിൻ്റെ കതക്, കട്ടില, ലക്ഷ്മി രൂപം, കമാനം എന്നിവയുടെ കേടുകൾ സന്നിധാനത്ത് വെച്ച് താൻ തീർത്തു തരാം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവരോട് പറഞ്ഞിരുന്നു. പിന്നെ തന്ത്രി നിർദ്ദേശിക്കുന്ന, കാരണം കതക്, കട്ടില, ലക്ഷ്മി ഭാഗങ്ങളൊക്കെ അത് ഇളക്കി മാറ്റി സ്വർണം പൂശുകയൊക്കെ ചെയ്യുമ്പം തന്ത്രി നിർദ്ദേശിക്കുന്ന അനുജ്ഞ, ശുദ്ധി, പൂജാകർമ്മങ്ങളൊക്കെ അതിൻ്റെ ചെലവും താൻ വഹിച്ചോളാം എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. PS പ്രശാന്തും 2 ദേവസ്വം ബോർഡ് അംഗങ്ങളും മറ്റുള്ളവരുമൊക്കെ ഈ തീരുമാനം സെപ്റ്റംബർ 2-ന് എടുക്കുകയും 7-ന് ഇത് അഴിച്ചു കൊണ്ടുപോവുകയും മടങ്ങി വരുമ്പം അതെല്ലാം സന്നിധാനത്ത് വെച്ച് തന്നെ സ്വർണ്ണമൊക്കെ ദ്വാരപാലകത്തിലെ കോവിലിൻ്റെ കതക്, കട്ടില, ലക്ഷ്മി രൂപയൊക്കെ സ്വർണം പൂശിത്തരാം ഫ്രീ ആയിട്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതെന്ന്. പക്ഷേ ഈ സന്ദർഭത്തിൽ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. കാരണം ഇത് സാധനം ഇവിടുന്ന് കൊണ്ടുപോയി ചെന്നൈക്കെന്ന്. അതോടുകൂടി ഹൈക്കോടതി ഇതിലേക്ക് ഒരു റിപ്പോർട്ട് തേടി SIT ആ വിവരം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. 2019 ആ സ്വർണ്ണക്കൊള്ളയെ പറ്റി ഈ സന്ദർഭത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ളൊരു നിർദ്ദേശം വന്നതോടുകൂടി ഇടിവെട്ടേറ്റതുപോലെ കാര്യങ്ങൾ പന്തിയല്ലാത്ത രീതിയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണ് അറസ്റ്റും ബഹളങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോഴ് സന്നിധാനത്ത് പുതിയ പ്രസിഡൻറ്റും 2 ബോർഡ് മെമ്പർമാരും, അതിലൊരാൾ അവിടെ തന്നെ ആ ജോലി തുടരുന്നെങ്കിലും പ്രസിഡൻറ്റും മറ്റൊരു മെമ്പറും അവരെ കാലാവധി കഴിഞ്ഞ് പോയി നിൽക്കുന്നു. അവരെ 2-3 പ്രാവശ്യം SIT വിളിച്ചു കഴിഞ്ഞു. അവരെ ഇനി വിളിച്ച് അതൊരു അറസ്റ്റിലേക്ക് തന്നെ നീങ്ങും. അതിനുള്ള തെളിവുകളെല്ലാം ആയി എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ അവരെ ആ 3 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. കാരണം അടുത്ത മാസത്തോടുകൂടി അന്വേഷണം ഏകദേശം പൂർത്തിയാക്കാനുള്ള നിലപാടിലേക്കാണ് ആ ശബരിമല SIT ടീം മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.